മോട്ടിവേഷൻ മൂക്കൂത്തി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഒരു പയ്യനുണ്ട്. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മൂക്കുത്തി. ഇതാണ് ഐറ്റം. മോട്ടിവേഷൻ സ്പീക്കറാണ്. പീപ്പിൾ കോൾ മീ മോട്ടിവേഷൻ മൂക്കുത്തി. ആത്മവിശ്വാസം കൊടുക്കാൻ അറിയില്ലേ, ആ പരിപാടിയാണ്. അവൻ അത്യാവശ്യം തെറിയൊക്കെ വിളിച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പയ്യനാണ്. വാ തുറന്ന തെറിയുടെ പൂര. അതാണ് എന്റെ ഒരു രീതി. എന്നെ കൊണ്ടാ മൈരേ. മര്യാദയ്ക്ക് സംസാരിക്കണം. കുഞ്ഞുങ്ങളെ, കേരളം ഒരു ഊമ്പിയ നാടാണ്. പഞ്ചാബ് സ്നേഹിച്ച് ഊമ്പിച്ചിട്ട് പോകുന്ന പെമ്പിള്ളേർക്ക് കണ്ട പൂറ് മേടിച്ചു കൊടുക്കുന്നതിനേക്കാളും ഭേദം. അല്പക്കൂടെ സംസ്കാരത്തോടെ സംസാരിക്കാനിയാ ചില കുറവാ, അതെനിക്കറിയാം. കൂടെ പഠിച്ച കുണ്ണകളൊക്കെ കുറച്ചു കഴിയുമ്പോൾ കേറി പോകും. നീ കണ്ട മാവിന്റെ കൊമ്പത്തെ അണ്ടിയുടെ എണ്ണ എടുത്ത് ഊമ്പിക്കുത്തി ഇരിക്കേണ്ടി വരും. കാരണം ഒരു കാര്യമില്ലാതെ കഴിഞ്ഞ ദിവസം അവനെ പോയി മാന്തി ഒന്ന് നൈസായിട്ടൊന്ന് ചൊറിഞ്ഞ്. ഇവന്മാരെ പിടിച്ച് തല്ലിയാലാണ് ഇവന്മാർക്ക് റെസ്പെക്ട് ഒക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ അടുത്ത്, മനസ്സിലായ? നമുക്ക് ആ ചൊറിച്ചിലൊന്ന് കണ്ടുവെക്കാം ആദ്യം. എന്നെ കൊണ്ടാ മൈരേ, സുഖമല്ലേ? ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് വിചാരിച്ചു വന്നതാ. ഭക്ഷണമൊക്കെ കഴിച്ചാ? ഭക്ഷണമൊക്കെ കഴിച്ച്. ചായ കുടിച്ചാ? ഇതൊക്കെ എന്നോട് ചോദിക്കാൻ നീ ആരാ? ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ചായ കുടിക്കണം അവിടെ. ആക്കരുത്. എന്നെ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നത്? രസമോ? ആർക്ക്? സാറിലെല്ലാം ശരിയാവും. തന്നെ എന്തിനാടോ വീണ് കെട്ടിയെടുത്തേ? നമ്മളൊക്കെ നമ്മളുണ്ടെന്ന് എന്തോ നമ്മള്? അത് നീ ആരി? നീ ആടോ? ചൊറിഞ്ഞു കേറുന്ന എനിക്ക്. ദാസാ, ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ലാട്ടോ. സിമ്പിൾ ആയിട്ട് റിയാക്ട് ചെയ്ത് വിട്ട്. പക്ഷെ അവൻ അതൊക്കെ കാര്യമായിട്ട് എടുത്ത് നിനക്കെന്നെ സ്വഭാവം അറിയാലോ. അവൻ എടുത്ത് കളഞ്ഞു. അവൻ ചെയ്ത വീഡിയോ കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. Ladies and gentlemen, today we are going to react Pukkulkodi Shasa. Pukkulkodi Shasa. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു മോനെ. നീ എന്താ ആളെ കളിയാക്കുവാ? നീ ആടാ? അല്ല, ഈ ചോദിക്കുന്നത് നീ ആരാന്ന് ഞാൻ ചോദിച്ചാൽ എടാ നാണം ഉണ്ടോടാ നാണം. പെണ്ണിന്റെ പുക്കിള് കണ്ടാ നോക്കിയാങ്ങി ഇരുന്നാണോ? എന്തുകാരൻ കുണ്ണയാടാ നീ. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ശസാമണെന്ന് വിളിക്കുന്നതിന് പകരം ഇവന് അക്ഷരസ്ഫുടത തെറ്റാതെ പെണ്ണുണ്ണി അണ്ണൻ എന്ന് നമുക്ക് അഭിസംബോധന ചെയ്യാം. അടിച്ചെരുപ്പാലെന്നായ. സാറിലെല്ലാം ശരിയാവും. നമ്മളൊക്കെ നമ്മളുണ്ടെന്ന് എന്തോ നമ്മൾ? നീ ആരി? നീ ആടോ? ഞാൻ നിന്റെ തൊണ്ടയാണോ? തൊണ്ട കിട്ടി മുതല് കിട്ടി. നേരത്തെ പോയി കേടാ നേരെ. ഇത്രയും കേട്ടിട്ടും അണ്ണൻ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? അല്ല, ഇമാതിരി ആളുകളോട് നമ്മൾ വഴക്കൂടാൻ പോയിട്ട് കാര്യമില്ല. അവരൊക്കെ ഏത് ലിമിറ്റ് വരേക്കും പോവേ. കേട്ടിട്ട് കാര്യമുണ്ടോ?